ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു. ഏതാണ്ട് ആ അവസ്ഥയിലാണ് CPM കേരളത്തിൽ. 10-40 ദിവസമായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല. ഇവിടെയുള്ള കോൺഗ്രസ്സുകാരും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുമൊക്കെ ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ നേരെ BJPയിലേക്ക് പോകും. നമ്മുടെ പത്മജ വേണുഗോപാലും അനിൽ ആൻ്റണിയും ഒക്കെ പോയ പോലെ ഇവിടെയുള്ള കോൺഗ്രസ്സുകാർ കൂട്ടത്തോടെ BJPയിലേക്ക് പോകും. അപ്പോൾ എന്ത് സംഭവിക്കും? കേരളത്തിലെ പ്രശ്നങ്ങൾ പറയുവാനും ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തി കാണിക്കുവാനും ഒക്കെ ഇടതുപക്ഷം മാത്രമേ ഉള്ളൂ. പക്ഷേ അതെല്ലാം പാളിപ്പോയ അവസ്ഥയിലാണ് ഇന്ന് CPM. നമ്മുടെ നന്ദകുമാർ ഇലക്ഷന് 2-3 ദിവസം മുമ്പ് കുറേ ആരോപണങ്ങളുമായി പത്രക്കാരെ കണ്ടു. ആദ്യം അദ്ദേഹം ഉന്നമിച്ചത് നമ്മുടെ അനിൽ ആൻ്റണിയായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം തെളിവുകൾ പുറത്തുവിടും എന്നൊക്കെ ഗിർവാണവും അടിച്ചു. പക്ഷെ തെളിവുകളൊന്നും വന്നില്ല. വന്ന തെളിവുകൾ അത്രയ്ക്കങ്ങ് കത്തിയുമില്ല. ഈ തെളിവിൻ്റെ കൂടെ തന്നെ ശോഭാ സുരേന്ദ്രനെയും ഒന്ന് ആരോപണ വിധേയയാക്കുവാൻ അദ്ദേഹം ഒരു ശ്രമം നടത്തി. അതും ഇങ്ങനെ കത്തി വരുമ്പോഴാണ് ദാ വരുന്നു ശോഭാ സുരേന്ദ്രൻ ഇതിനൊക്കെ മറുപടി പറയുക എന്നത് മാത്രമല്ല, അതിനു പുറമെ ഒരു വെടികൂടി പൊട്ടിച്ചു. BJP നേതാവും കേരളത്തിൻ്റെ ഇൻചാർജുമായിട്ടുള്ള ശ്രീ പ്രകാശ് ജാവദേക്കർ നമ്മുടെ EP ജയരാജനെ കണ്ടു എന്നുള്ളതായിരുന്നു അത്. EP ജയരാജൻ്റെ മകൻ ശോഭാ സുരേന്ദ്രൻ അയച്ച വാട്സപ്പ് സന്ദേശങ്ങൾ വരെ ശോഭ പത്രക്കാരെ കാണിച്ചു. ശോഭയ്ക്ക് ഒരു മുഴം മുന്നേ നമ്മുടെ K. സുധാകരൻ ഈ BJP നേതാവ് ജയരാജൻ തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്തു. ഏതാണ്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ EPയും സമ്മതിച്ചു ജാവദേക്കറിനെ കണ്ടു എന്ന്. കണ്ടത് പറയുന്നതാണ് ഏറ്റവും വലിയ കോമഡി. ജാവദേക്കർ വരുന്നു, തിരുവനന്തപുരത്തെ മകൻ്റെ ഫ്ലാറ്റിലെത്തുന്നു. ഹായ് ജാവദേക്കർ, കുടിക്കാൻ എന്താ, ചായയോ കാപ്പിയോ എന്ന് ചോദിക്കുന്നു. കാപ്പിയോ ചായയോ കൊടുത്തിട്ട് ബൈ എന്ന് പറഞ്ഞ് നമ്മുടെ ജയരാജൻ സഖാവ് തിരിച്ചു പോകുന്നു എന്നുള്ള രീതിയിലായിരുന്നു ആദ്യത്തെ വർത്തമാനങ്ങൾ. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു എന്നുള്ളത് കൃത്യമായി തന്നെ സഖാക്കന്മാർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഏറ്റവും തലമൂത്ത സഖാവായ നമ്മുടെ മുഖ്യമന്ത്രി വോട്ട് ചെയ്യാനായി മന്ദം നടന്നു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു പുതുമൊഴിയുണ്ട്. ഇതുവരെ നമ്മൾ കേരളത്തിൽ കാണാത്തൊരു പഴമൊഴി അല്ലാത്ത കാരണം ഇതിനെ നമുക്ക് പുതുമൊഴി എന്ന് വിളിക്കാം. പാപിയോടൊപ്പം കൂടിയാൽ ശിവനും പാപിയാവും അത്രേ. ഇങ്ങനെയൊരു പഴമൊഴി ഞാൻ കേട്ടിട്ടില്ല, വേറൊരാൾ കേട്ടതായി എന്നോട് പറഞ്ഞിട്ടുമില്ല. എന്തായാലും അടിപൊളി പഴമൊഴിയായിരുന്നു. ശിവനും ശക്തിയും ചേർന്നാൽ മാസിട എന്നുള്ളൊരു പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ വിജയും മോഹൻലാലുമായിരുന്നു. ഇതിൽ ഈ പറയുന്ന പുതുമൊഴിയിലും വിജയ് ഉണ്ട്. മോഹൻലാൽ ആരായിരിക്കും? നമ്മുടെ ജയരാജൻ തന്നെയായിരിക്കും. എന്തായാലും 1.25 മാസം കഴിഞ്ഞാണ് റിസൾട്ട് വരികയുള്ളൂ. അതുവരെ കുറേ മൊഴികൾ കൂടി പുറത്തു വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. നമ്മുടെ ജയരാജൻ സഖാവിൻ്റെ അവസ്ഥ ഓർത്തിട്ട് വളരെ വിഷമവുമുണ്ട്. ഇന്ത്യയില്ലെങ്കിൽ ഇടതില്ല എന്നാണ് ഇടതുപക്ഷം പറയുന്നത്. ഇനി നമ്മുടെ നാട്ടിൽ ഇന്ത്യ മൊത്തമായി കാണാത്തവർ ജൂൺ 4 മുമ്പ് ഇന്ത്യ മൊത്തം ഒന്ന് കറങ്ങുന്നത് നന്നായിരിക്കും. ചിലപ്പോൾ ഇടതില്ലാതായാലോ. നന്ദി, നമസ്കാരം.